മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ U3A അംഗങ്ങളും TCI പഠിതാക്കളുമായ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ അടുത്ത സന്ദർശനം ശ്രീനഗറിലുള്ള നിഷാദ് ബാഗ് എന്ന് പറയുന്ന മുഗൾ പൂന്തോപ്പിലേക്കായിരുന്നു. നിഷാദ് ബാഗും ദാൽ തടാകത്തിന് അഭിമുഖമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നിഷാദ് ബാഗ് എന്ന വാക്ക് ഉറുദുവിലുള്ളതാണ്. ആഹ്ലാദത്തിൻ്റെ പൂന്തോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. സബാർവാൻ പർവ്വതനിരയ്ക്ക് താഴെയാണ് ഈ പൂന്തോപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. 1633 ആസിഫ് ഖാനാണ്, അതായത് നൂർജഹാൻ്റെ ഇളയ സഹോദരനായ ആസിഫ് ഖാനാണ് ഈ പൂന്തോപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. പേർഷ്യൻ പൂന്തോപ്പുകളെ അടിസ്ഥാനമാക്കിയാണ് നിഷാദ് ബാഗ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ചിനാറും സൈപ്രസും നിറഞ്ഞ മരങ്ങൾക്കിടയിലൂടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഒഴുകുന്നത് ഈ പൂന്തോട്ടത്തിൻ്റെ വളരെ വലിയ പ്രത്യേകതയാണ്. ഉച്ചയൂണിന് സമയം കണ്ടെത്തിയ ശേഷമാണ് ഞങ്ങൾ നിഷാദ് ബാഗിലേക്ക് പോയത്. ഓരോരുത്തർക്കും 24 രൂപ പ്രകാരമുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതിലേക്ക് പ്രവേശനമുള്ളത്. ഈ പൂന്തോപ്പ് ടെറസ് രൂപത്തിൽ തട്ടുകളായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പൂന്തോപ്പിൻ്റെ ഒരു വശത്ത് ദാൽ തടാകവും മറ്റു വശത്ത് സബാർവാൻ പർവ്വതനിരകളും കാണാവുന്നതാണ്. സബാർവാൻ പർവ്വതത്തിൽ നിന്നുള്ള ജലധാരയാണ് ഈ പൂന്തോപ്പിനെ നനച്ചുകൊണ്ട് ദാൽ തടാകത്തിലേക്ക് ഒഴുകുന്നത്. ഇവിടുത്തെ ഓരോ പൂന്തോപ്പിനും ഓരോ പ്രത്യേകതയുണ്ട്. തുലിപ്പ് ഗാർഡനിൽ തുലിപ്പാണ് പ്രത്യേകതയെങ്കിൽ ഇവിടെ വൈവിധ്യം നിറഞ്ഞ മരങ്ങളും ചെടികളും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല ഇതിൽ തന്നെ ചരിത്രപരമായ കെട്ടിട നിർമ്മിതികളും നമുക്ക് കാണാവുന്നതാണ്. ഇവിടുത്തെ നായകൾ വലിപ്പത്തിൽ വളരെ വലിയ ആകൃതിയുള്ളവയാണ്. ധാരാളം രോമങ്ങളുള്ള നായകളെയും നമുക്ക് കാശ്മീരിൽ കാണാവുന്നതാണ്. ഇത് ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിലുള്ള അംഗങ്ങളാണ്. വളരെയധികം കൗതുകം ഉണർത്തുന്ന ഒന്നാണ് ഇവിടുത്തെ നീർച്ചാട്ടം. അത് കാണുവാനും കാൽ നനയ്ക്കുവാനും ഒരുപാട് പേരാണ് ഈ നീർച്ചാട്ടത്തിൻ്റെ അരികിൽ വന്നിരിക്കുന്നത്. മുകളിലേക്കുള്ള ചവിട്ടുപടികൾ കടന്ന് ഞങ്ങൾ അടുത്ത തട്ടിലേക്ക് കയറി ചെന്നു.
കാൽത്തടാകത്തിൻ്റെ ദൂരക്കാഴ്ച കാണാവുന്നതാണ്. ഇവിടെയുള്ള ജലസംഭരണികളിൽ ധാരാളം ഫൗണ്ടനുകളുണ്ടെങ്കിലും അവയൊന്നും തന്നെ നന്നായി പ്രവർത്തിക്കുന്നില്ല എന്ന് കാണാവുന്നതാണ്. ഉള്ളവയാകട്ടെ വളരെ സൂക്ഷിച്ച രീതിയിൽ മാത്രം ജലധാര പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ യാത്രാ ലീഡറായ അബ്ദുമാഷ് വരുന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് പൂന്തോപ്പിനെ പറ്റി ധാരാളം കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. സബാർവാൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന ഈ നീർച്ചാൽ ഒരു പള്ളിയുടെ ഉള്ളിലൂടെ ഒഴുകിയിട്ടാണത്രേ ഈ പൂന്തോപ്പിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങൾക്കിനി പല സ്ഥലങ്ങളും സന്ദർശിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജലധാരയിൽ നിന്നുകൊണ്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും വേണമെന്ന് അക്കാമ ടീച്ചർ പറഞ്ഞത്. അങ്ങനെ കുറച്ചു നേരം ജലധാരയോടൊപ്പം കഴിച്ചുകൂട്ടി. നിഷാന്ത് ബാഗിനെ പിന്നിട്ട് ഞങ്ങൾ അടുത്ത സന്ദർശക സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു.